ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡിസ്ട്രിക്ട്സിൻ്റെ ഫാക്ട്സ് ആണ്. നമ്മൾ കോഡൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, കാണുക. ഡിസ്ട്രിക്ട്സ് വിത്തൗട്ട് റെയിൽവേ എന്ന് പറയുന്നത് വയനാടും ഇടുക്കിയുമാണ്. വയനാട് ആൻഡ് ഇടുക്കിയാണ് റെയിൽവേ ഇല്ലാത്ത ജില്ലകൾ. പണ്ട് ഇടുക്കിയിൽ റെയിൽവേ ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തോ വലിയൊരു പ്രകൃതി ക്ഷോഭം വന്നിട്ടത് ഇല്ലാണ്ടായെന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്ത്. പക്ഷേ ഇപ്പോൾ വയനാടും ഇടുക്കിയുമാണ്. ഇടുക്കി അറിയാലോ, ആ മലനിരകൾക്കിടയിൽ കൂടി എങ്ങോട്ട് ട്രെയിൻ ഓടിക്കാനാണ് ട്രെയിൻ അല്ലേ. വയനാടാണെങ്കിലും അങ്ങനെ. ഇത് രണ്ടും പ്രകൃതി രമണീയമായ രണ്ട് ജില്ലകളും കൂടിയാണ്. അടുത്തത് തീരപ്രദേശങ്ങളില്ലാത്ത ജില്ലകൾ: പത്തനംതിട്ട, പാലക്കാട്, കോട്ടയം, വയനാട്, ഇടുക്കി. ഇത് ചിലപ്പോൾ നമുക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ കോഡ് യൂസ് ചെയ്യാം. 10 കുട്ട അടുക്കി പാൽ വയറ്റിലായി. പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ കുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പണികളൊക്കെ തന്നിട്ട് ഒക്കെ അമ്മ ഇത് ചെയ്താൽ അമ്മ അച്ചപ്പം ഉണ്ടാക്കി തരാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക, ഒരു പ്രോത്സാഹന സമ്മാനങ്ങൾ തന്നിരുന്ന ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു അല്ലേ. അപ്പം ഇപ്പം നമുക്ക് കിട്ടിയ പണി 10 കുട്ട അടുക്കി വയ്ക്കാനാണ്. അടുക്കി വെച്ചാൽ പാല് കിട്ടുമെന്ന് വിചാരിച്ചു. 10 കുട്ട അടുക്കി പാൽ വയറ്റിലായി. 10 പത്തനംതിട്ട, കുട്ട കോട്ടയം, ഇടുക്കിയാണ്, പാൽ പാലക്കാട്, വയറ്റിലായി വയനാട്. അടുത്തത് ഡിസ്ട്രിക്ട്സ് നോട്ട് ഷെയറിംഗ് ബോർഡർ വിത്ത് അതർ സ്റ്റേറ്റ്സ്. മറ്റ് ജില്ലകളുമായിട്ടല്ല, മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട്, മറ്റ് ജില്ലകളല്ല സംസ്ഥാനങ്ങളുമായിട്ട് ഡിസ്ട്രിക്ട്സ് ഷെയർ ചെയ്യാൻ ഒരു താല്പര്യവും ഇല്ലാത്ത ജില്ലകൾ: ആലപ്പുഴ, കോട്ടയം, എറണാകുളം ആൻഡ് കോഴിക്കോടാണവ. അപ്പം ആലി എന്ന് പറഞ്ഞ ഒരു ഇച്ചിരി അഹങ്കാരിയായിട്ടുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു, ആലിക്ക് ദേഷ്യം വന്നപ്പം കൊട്ടയെറിഞ്ഞത് അങ്ങ് കോഴിക്കോടാണ്. അപ്പം നമുക്കിങ്ങനെ പറയാം: ആലി കുട്ടയെറിഞ്ഞത് കോഴിക്കോട്, ആലി ആലപ്പുഴ, കുട്ട കോട്ടയം, എറി എറണാകുളം, കോഴിക്കോട് അത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി, തലയിൽ കയറി എന്ന് വിചാരിക്കുന്നു. എവിടെയെങ്കിലും എഴുതി വയ്ക്കുക, ഈസിലി നമുക്ക് യൂസ് ചെയ്യാം. എല്ലാം നമ്മൾ കോഡ് യൂസ് ചെയ്യരുത്, പക്ഷെ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ തെറ്റാൻ സാധ്യതയുള്ളതിന് കോഡ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്.